ഇന്ന് നമുക്ക് നാടൻ സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് 1/2 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ല കഴുകി ക്ലീൻ ആക്കിയ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. 1/2 കപ്പ് വെള്ളമാണ് ഞാനിതിൽ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ പരിപ്പ് ഇവിടെ കറക്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഇഷ്ടത്തിനുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാനൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. 2 വിസിൽ വന്നു കഴിഞ്ഞ ശേഷം ഇതിൻ്റെ പ്രഷർ പോയാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തുറക്കാം കേട്ടോ കുക്കർ. അപ്പോൾ അതാ ഞാൻ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. അത് പിഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള സാമ്പാറിലേക്കുള്ള വെണ്ടക്ക ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വെണ്ടക്ക ഒന്ന് ഉടഞ്ഞു പോവാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള വെണ്ടക്ക ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം ഒരു 2 നുള്ളു ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക. 4 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കാണ് കേട്ടോ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 3 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ 1 ടീസ്പൂണ് കായം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിന്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. Thank you.